സ്നേഹമുള്ളവരെ, മലയാളികൾക്ക് എന്നും പ്രിയങ്കരനായ വൈക്കം മുഹമ്മദ് ബഷീർ തൻ്റെ ഒരു ഓർമ്മയെ ഇപ്രകാരം പങ്കുവയ്ക്കുന്നുണ്ട്. സ്വാതന്ത്ര്യ സമരത്തിലേക്ക് എടുത്തിയാടിയ ബഷീർ വീട്ടിൽ നിന്ന് പുറത്താക്കപ്പെട്ടു. പിതാവിനെ ഭയന്ന് അനേകം നാളുകൾ ബഷീർ ഒടുവിൽ കഴിഞ്ഞു. കുറേ നാളുകൾ കഴിഞ്ഞപ്പോൾ ഒരു രാത്രിയിൽ ബഷീർ തൻ്റെ വീട്ടിലെത്തി. മുൻവശത്തുകൂടെ വീട്ടിനകത്ത് കയറാൻ ധൈര്യപ്പെടാതെ പുറകുവശത്തെ അടുക്കള വാതിലിലൂടെ അകത്തേക്ക് വന്നപ്പോൾ ബഷീർ കണ്ട കാഴ്ച, ആ വാതിൽ അടച്ചിട്ടില്ലായിരുന്നു. വാതിൽ പതിയെ തള്ളി തുറന്ന് അകത്ത് കയറിയപ്പോൾ ബഷീർ കാണുന്നത് മേശപ്പുറത്ത് വിളമ്പി വെച്ചിരിക്കുന്ന ഭക്ഷണവും അതിനടുത്ത് തളർന്നുറങ്ങുന്ന തൻ്റെ ഉമ്മയെയുമാണ്. ബഷീർ ഒത്തിരി സന്തോഷത്തോടെ ആ ഭക്ഷണം ആസ്വദിച്ചു, പോയി കിടന്നുറങ്ങി. പിറ്റേന്നാണ് ബഷീർ ആ സത്യമറിഞ്ഞത്. താൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയ അന്നു മുതൽ താൻ ഈ മടങ്ങി വരുന്ന അന്നു വരെ എല്ലാ ദിവസവും തൻ്റെ ഉമ്മ തനിക്കായി ഭക്ഷണം വിളമ്പി കാത്തിരിക്കുമായിരുന്നു. കാത്തിരിപ്പ് ദൈവികമായ ഒരു പുണ്യമാണ്. ഇടറിപ്പോയവരെ, അകന്നുപോയവരെ കാത്തിരിക്കുക, അവരെ തേടിച്ചെല്ലുക ദൈവികമായ ഭാവമാണ്. ലൂക്കായുടെ സുവിശേഷം 15-ാം അധ്യായം 11 മുതലുള്ള വാക്യങ്ങളിൽ നാം ഇങ്ങനെയൊരു പിതാവിനെ കണ്ടുമുട്ടുന്നുണ്ട്. എല്ലാം നഷ്ടപ്പെടുത്തിയ മകൻ മടങ്ങി വരുന്നതും കാത്തിരിക്കുന്ന ഒരു പിതാവ്. അവൻ വരുന്നത് ദൂരെ വെച്ച് തന്നെ കാണുന്ന സ്നേഹനിധിയായ ഒരു പിതാവ്. അവൻ മടങ്ങി വരുമ്പോൾ അവൻ്റെ സങ്കടങ്ങളുടെ കഥകൾ കേൾക്കാൻ നിൽക്കാതെ അവന് നഷ്ടപ്പെട്ടതെല്ലാം തിരിച്ചു കൊടുത്ത് അവനെ അപാരമായ ആത്മവിശ്വാസങ്ങളിലേക്ക് നയിക്കുന്ന ഒരു പിതാവ്. പ്രിയപ്പെട്ടവരെ, ഈ നോമ്പുകാലം ആ പിതാവിനെ, നമുക്കായി കാത്തിരിക്കുന്ന സ്നേഹപിതാവിനെ ഓർക്കാൻ, ധ്യാനിക്കാൻ, ആ പിതാവിൻ്റെ സന്നിധിയിലേക്ക് മടങ്ങിച്ചെല്ലാനുള്ള ഒരു വിളിയായി മാറും.